ഓട്ടോകാഡിലെ F1 to F12 വരെയുള്ള ഫങ്ഷണൽ കീയും അവയുടെ യൂസും ഷോർട്ട് ട്രിക്കിലൂടെ എങ്ങനെ ഓർത്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വൺ ടു 12 വരെയുള്ള നമ്പറിലൂടെ ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് ഫംഗ്ഷനാണ് ഈ ട്രിക്കിലൂടെ പറയുന്നത്. ആദ്യം ഇതിനെ ഷോർട്ടായി ഫസ്റ്റ് ഇങ്ങനെ പറയാം. 1 ഹെൽപ്പ്, 2 കമാൻഡ് ഓർ ഹിസ്റ്ററി, 3 സ്നാപ്പ്, 4 3D സ്നാപ്പ്, 5 ISO, 6 ഡൈനാമിക് UCS, 7 ഗ്രിഡ് മോഡ്, 8 ഓർത്തോ, 9 ഗ്രിഡ് സ്നാപ്പ്, 10 പോളാർ, 11 ഒബ്ജക്റ്റ് ട്രാക്ക്, 12 ഡൈനാമിക് ഇൻപുട്ട്. മൊത്തം 12 എണ്ണം. അതിൽ 6ഉം 12ഉം ഡൈനാമിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 6ൽ S ഉണ്ട്, അപ്പോൾ ഡൈനാമിക് UCS ആണ് എന്ന് കിട്ടും. 12ലെ 1 എന്നത് I ആയി കരുതിയാൽ F12 എന്നത് ഡൈനാമിക് ഇൻപുട്ട് ആണ് എന്ന് ഓർക്കാം. നെക്സ്റ്റ് 7ഉം 9ഉമാണ് പഠിക്കാനുള്ളത്. അതിനെ ഗ്രിഡുമായി ബന്ധപ്പെട്ട് ഓർക്കാം. ക്യാപിറ്റൽ ലെറ്റർ G എഴുതുമ്പോൾ അവസാനിക്കുന്നത് 7ൽ ആണ്. സോ F7 എന്നത് ഗ്രിഡ് മോഡ് ആണ് എന്ന് ഓർക്കാം. സ്മാൾ ലെറ്റർ G എഴുതുമ്പോൾ 9 പോലെയാണ് വരുന്നത്. സോ F9 എന്ന് ഗ്രിഡ് സ്നാപ്പിനെ ഓർക്കാം. ക്യാപിറ്റൽ ലെറ്റർ G കഴിഞ്ഞാണ് സ്മോൾ ലെറ്റർ G വരുന്നത്. സോ 7 കഴിഞ്ഞ് 9. ഓർത്തോ എന്നതിനെ 8ന്റെ പണി കിട്ടി എന്ന് വിചാരിച്ചാൽ മതി. 8ന്റെ പണി കിട്ടിയാൽ ആരും അത് ഓർക്കും. സോ F8 എന്നത് ഓർത്തോ. 5 എന്നത് S പോലെയാണ് എഴുതുന്നത്. സോ ഐസോപ്ലെയിൻ എന്നത് F5 എന്ന് ഓർക്കാം. പോളാർ എന്നതിനെ 10മായി കണക്ട് ചെയ്യാൻ അതിന്റെ സ്പെല്ലിംഗ് നോക്കിയാൽ മതി. അതിനെ 10 എന്നതിനെ തിരിച്ചെഴുതുക. അപ്പോൾ 01. പോളാർ എന്ന് എഴുതുമ്പോൾ OL എന്നത് വരുന്നുണ്ട്. അപ്പോൾ പോളാർ എന്നത് F10 എന്ന് ഓർക്കാം. ഒബ്ജക്റ്റ് ട്രാക്ക് എന്നത് ഓർക്കാൻ ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ആക്കിയത് ഓർത്താൽ മതി. അതായത് അതിനെ കണ്ടെത്തി. 11 എന്നതിലെ 11 എന്നത് 2 ബാരിയർ ആയി കരുതുക. അതിനകത്തായിട്ടാണ് നമ്മൾ ട്രാക്ക് ആക്കിയത്. സോ F11 എന്നത് ഒബ്ജക്റ്റ് ട്രാക്ക്. ഇനി 1 2 3 4 എന്നിവയുടെ കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ട്രിക്ക് ഇതാണ്. ഫസ്റ്റ് ഒരാൾ ഒരു ഹെൽപ്പ് ചോദിച്ചു. ബട്ട് നമ്മൾ ഒന്നും അറിയാതെ പോയി ഹെൽപ്പ് ചെയ്യില്ലല്ലോ. അവരോട് അതിന്റെ കാരണങ്ങൾ എല്ലാം നമ്മൾ കമാൻഡായി ചോദിച്ചു. എന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്നാപ്പ് ഓർ ഫോട്ടോ ഫോണിൽ എടുക്കും. 3D ആയി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കും. സോ 1 ഹെൽപ്പ്, 2 കമാൻഡ് ഓർ ഹിസ്റ്ററി, 3 സ്നാപ്പ്, 4 3D സ്നാപ്പ്. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒരു തവണ കേട്ടാൽ തന്നെ ഏത് നമ്പർ ചോദിച്ചാലും ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിൽ വരുന്നതായിരിക്കും. ഇനി 1 to 12 വരെയുള്ളത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒരു തവണ കേട്ടാൽ തന്നെ ഏത് നമ്പർ ചോദിച്ചാലും ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിൽ വരുന്നതായിരിക്കും. ഇനി 1 to 12